AMHും വുമൺ എംപവർമെൻറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ? സാധാരണയായിട്ട് ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ എന്ന് പറയുന്ന ഈ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഓവറിയിലെ എഗ്ഗിൻ്റെ റിസർവ് നോക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്ത്രീകളുടെ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് നമ്മൾ ഉപരിപഠനത്തിനും കരിയറിനും വേണ്ടി ഫോക്കസ് ചെയ്യുന്ന പ്രായം തന്നെയാണ് നമുക്ക് ഏറ്റവും ഗുണമുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള അണ്ഡങ്ങളുള്ളതും. ഇതിന് ഇടയ്ക്കൊരു ചോയ്സ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പല പേഷ്യൻസും ചോദിക്കാറുണ്ട്. ഒരു ഓപ്ഷനാണ് നമുക്ക് എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കുക, ഫ്യൂച്ചറിലോട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന്, നമ്മുടെ AMH ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 2.5 to 3 എങ്കിലും നാനോഗ്രാം പെർ ഡെസിലിറ്റർ എങ്കിലും വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം കൂടാതെ ഏകദേശം 2 വർഷമെങ്കിലും നമ്മുടെ പ്രഗ്നൻസി നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഇതിൽ താഴെ, എസ്പെഷ്യലി 2-ൽ താഴെയാണ് AMH, നിങ്ങൾക്ക് ഉടനെ പ്രഗ്നൻസി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്ന അണ്ഡശീതീകരണം എന്ന വിദ്യ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.